ഹരിയോ നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ശത്രുദോഷത്തിന് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാവുന്ന ഭദ്രകാളി അമ്മയുടെ ഒരു മന്ത്രത്തോടൊപ്പം ഉള്ള ഒരു ക്രിയ. എൻ്റെ എപ്പിസോഡിലെല്ലാം ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ക്രിയകൾക്കാണ് ഞാൻ ഇപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കുകയുണ്ടായി. എന്തായാലും എല്ലാവർക്കും നന്ദി. ഈ മന്ത്രം ഇന്നത്തെ മന്ത്രം ഭദ്രകാളി അമ്മയുടെ ഈ മന്ത്രം എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ ചെയ്യേണ്ടുന്നൊരു ക്രിയയാണ്. അതിനെന്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെമ്പിൻ്റെ പാത്രത്തിൽ, മൊന്തയാവാം, ചെമ്പിൻ്റെ പാത്രം ആയിരിക്കണം എന്നാണ് അതിൻ്റെ പ്രത്യേകത. ചൊവ്വാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത്. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന കട്ടിലിന് താഴെ നടുക്കായിട്ടാണ് ഇതൊക്കെ ചെയ്തു വയ്ക്കേണ്ടത്. അതായത് വെള്ളമെടുത്ത് അതിൽ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടി കലർത്തി ഒരല്പം മധുരം ചേർത്ത്, അതായത് ശർക്കരയോ പഞ്ചസാരയോ തേനോ ചേർത്തുകൊണ്ട് അത് കട്ടിലിന് താഴെ വെച്ചുകൊണ്ട് കിടന്നുറങ്ങണം. കിടന്നുറങ്ങുന്ന ആ സമയത്ത്, ആ ഗുരുതി വയ്ക്കുന്ന സമയത്ത് ആ ഗുരുതിയിൽ തൊട്ടുകൊണ്ട് വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത്. മന്ത്രം ഞാൻ പറയാം. ഓം രുദ്രസുതായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കാളി പ്രചോദയാത്. ഈ ഗുരുതിയിൽ ഈ ചുണ്ണാമ്പും മഞ്ഞളും ഈ മധുരവും ചേർത്ത ആ രക്തവർണമായ ആ ഗുരുതിയിൽ നമ്മുടെ വിരലുകൾ, 3 വിരൽ മുക്കിക്കൊണ്ട് ചൊല്ലണം ഈ മന്ത്രം. 8 പ്രാവശ്യം ചൊല്ലി ഇരിക്കണം. ഇതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളും അത് പച്ച വെള്ളം വെച്ചാൽ മതി. ഇതുപോലെ തന്നെ ദേവിയോട് പ്രാർത്ഥിച്ച് 8 തവണ പ്രാർത്ഥിച്ച് പച്ച വെള്ളം വയ്ക്കണം. ചൊവ്വാഴ്ച ഗുരുതിയും വെള്ളിയാഴ്ച പച്ചവെള്ളവും കട്ടിലിന് താഴെ വയ്ക്കണം. ഇപ്പോൾ കട്ടിലിലല്ല കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന ആ പായയുടെ സൈഡിൽ എവിടെയെങ്കിലും ഇതുപോലെ 8 തവണ പ്രാർത്ഥിച്ച് വയ്ക്കുക. അതായത് ഉറക്കത്തിൽ തട്ടി കളയാത്ത രീതിയിൽ ഈ പായയോട് ചേർന്ന് എവിടെയെങ്കിലുമൊക്കെ വയ്ക്കുക. ഇന്ന ഭാഗം എന്നില്ല, എവിടെ വേണമെങ്കിലും വയ്ക്കാം. ശേഷം നമ്മൾ നേരം വെളുത്ത് കഴിഞ്ഞ് ഈ ഗുരുതി വെള്ളം പടിക്ക് പുറത്ത് ഒഴിച്ച് കളയണം. വെള്ളിയാഴ്ച ദിവസം വയ്ക്കുന്ന വെള്ളമായിക്കോട്ടെ, ചൊവ്വാഴ്ച വയ്ക്കുന്ന ഗുരുതി ആയിക്കോട്ടെ, പടിക്ക് പുറത്തേക്ക് കളഞ്ഞിരിക്കണം. ഇത് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും തുടർന്ന് കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഏറ്റിട്ടുള്ള ആഭിചാര ദോഷങ്ങൾ
കണ്ണുയർ ദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം നമ്മൾക്ക് തന്നെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോവാം. അതിന് മറ്റൊരു കർമ്മിയുടെ അടുത്തോ ഒരു ജ്യോത്സ്യൻ്റെ അടുത്തോ പോകേണ്ട കാര്യമില്ല. എന്നിട്ടും നമ്മൾക്ക് അതിനും ഒരു മാറ്റങ്ങൾ വരുന്നില്ല, നമുക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പൈസ വരുന്നില്ല, വന്നു കഴിഞ്ഞാൽ അത്രയും തന്നെ ചിലവുകളും വരുന്നു എങ്കിൽ മാത്രമേ നമ്മൾ ജ്യോത്സ്യനെയോ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാവൂ. നമ്മൾ എന്നും എന്തിനാ കുളിക്കുന്ന? ഇന്നലെ കുളിച്ച് നമ്മൾ AC റൂമിലിട്ട് നമ്മൾ കിടന്ന, AC ഇട്ടിട്ടാണ് കിടന്ന, ഒരു വയർപ്പോ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ നേരം വെളുക്കുമ്പോൾ എന്തിനാണ് കുളിക്കുന്നത് എന്നെങ്കിൽ പ്രകൃതിയിൽ കുറേ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങളും നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളെ തേടി വരുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ ആ മുൻജന്മ ബന്ധനങ്ങളും ഇഹജന്മ ബന്ധനങ്ങളെല്ലാം ഈ ഗുരുതിയിലേക്ക് അമ്മ ആകർഷിച്ച് ആ ദോഷത്തെ ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ അമ്മയ്ക്ക് പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയണം. വെള്ളിയാഴ്ച ദിവസം വെള്ളം വയ്ക്കാൻ പറയണമെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് അലഞ്ഞു നടക്കുന്ന പ്രേത സാന്നിധ്യങ്ങളും ഒക്കെ ഉണ്ടാവാം. അപ്പം നമ്മളെ തേടി വരുന്ന നമ്മുടെ മുൻജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ മോക്ഷം കിട്ടാതെ കിടക്കുന്ന പ്രേതങ്ങളോ അച്ഛൻ വഴിക്കോ അമ്മ വഴിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലോ അലഞ്ഞു നടക്കുന്ന പ്രേത സാന്നിധ്യങ്ങളും നമുക്ക് നേരെ നോക്കുന്നുണ്ടാവും. അപ്പം അവരും നമ്മളെ തേടി വന്നേക്കാം. അപ്പോൾ അവർക്ക് അല്പം വെള്ളം എന്ന സങ്കല്പത്തിൽ വെള്ളം കൊടുത്തുകൊണ്ട് അവരുടെ പ്രീതി പറ്റി നമ്മൾക്ക് ധനധാന്യ സമൃദ്ധിയൊക്കെ വരും. അപ്പോൾ പിതൃക്കൾ ശുദ്ധിയായാൽ മാത്രമേ നമുക്ക് സമ്പത്തും സമൃദ്ധി വരുള്ളൂ. പിതൃ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപേ മരിച്ചുപോയ പ്രേതങ്ങൾ മാത്രമല്ല, നമ്മൾ താമസിക്കുന്ന ഏരിയയിലും അലഞ്ഞു നടക്കുന്ന പിതൃക്കളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പിതൃക്കൾക്ക് ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരു പരിഹാര കർമ്മം നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും വീട്ടിൽ വെച്ച് ചെയ്താൽ ആ ഏരിയയിൽ തന്നെ അലഞ്ഞു നടക്കുന്ന പ്രേത സാന്നിധ്യങ്ങളും മോശപ്പെടുന്ന പറയാം. ഇന്നിപ്പോൾ ഒരു വീട്ടിൽ പൂജ ചെയ്താൽ അപ്പോൾ മന്ത്രവാദമായി കൂടുവത്രായി, അതേ രീതിയിലേക്ക് തരം താന്നുപോയി. എന്നാൽ ഈ പറയുന്ന ആൾക്കാർ മുഴുവനും ജ്യോത്സ്യനെ കണ്ടുകൊണ്ടും പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. പബ്ലിക്കിൽ ഹിന്ദു പറയുമ്പോൾ എല്ലാവർക്കും ഒരു നാണക്കേട് പോലെയാണ്. ഇതേ കർമ്മം തന്നെ ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ട്, മുസ്ലിംസും ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു ഒരു വിഷമം ആർക്കും തന്നെയില്ല. അപ്പം നമ്മൾക്ക് ഹിന്ദു എന്ന് പറയുന്നത് ഈ ഹിന്ദു മതവിശ്വാസം കൊണ്ട് നടക്കുന്ന എല്ലാവരെയും ആണ് ഹിന്ദു എന്ന് പറയണം. അല്ലാണ്ട് ഹിന്ദുക്കളായി ജനിച്ചവർ മാത്രമല്ല, ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യനായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ എല്ലാവരും ഹിന്ദു എന്നാണ് പറയുക. അങ്ങനെയുള്ളവർ ആ ഒരു മനസ്സിൻ്റെ കോംപ്ലക്സൊക്കെ വിട്ട് ഞാൻ ഹിന്ദുവാണ്, നമ്മൾ കുളി കഴിഞ്ഞാൽ ഭസ്മം തൊടണം, ചന്ദനം തൊടണം, കുളിച്ചിട്ട് തൊടാത്ത ആൾക്കാരെ കണ്ടാൽ കുളിക്കണമെന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് നിർബന്ധമായും സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഭസ്മം ധരിക്കണം. ആ ഒരു ശീലം നമ്മുടെ വീട്ടിൽ എല്ലാവരെയും ചെയ്തു കൊണ്ടുവരണം. സന്ധ്യാനാമം എല്ലാവരും ജപിക്കണം. അപ്പോൾ നമ്മൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് വന്നു ചേരും. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങൾ തുടർന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരെയും എൻ്റെ കുടുംബ പരദേവതയായിരിക്കുന്ന
കൊടുമഹാഭദ്രകാളിയമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.